നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 മെയ് മാസം 17 വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ പരക്കെ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വരുന്ന പ്രൊമോഷണൽ കോളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഉപയോക്താക്കളുടെ സ്വീകാര്യതയും അതുപോലെ തന്നെ ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് പുതിയ മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കുവാനായിട്ട് കേന്ദ്രം ആലോചിക്കുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നിലവിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോക്താക്കൾക്ക് നിരവധി കോളുകൾ വരുന്നുണ്ട്. പലപ്പോഴും ഇത് ശല്യമാകുന്നതായിട്ട് പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. രജിസ്റ്റർ ചെയ്യാത്ത ഫോൺ നമ്പറുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അനാവശ്യ കോളുകൾ വിളിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്താനാണ് ആലോചന. ഇതുകൂടാതെ വ്യാപാര രംഗത്ത് തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന കമ്പനികളെ ലേബൽ ചെയ്യാനും വ്യവസ്ഥ ചെയ്യുന്നതായിരിക്കും. ഉപയോക്താക്കളുടെ അവകാശങ്ങളും സ്വീകാര്യതയും ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്താനുള്ള നീക്കം രാജ്യത്ത് ആദ്യമായാണ്. രജിസ്റ്റർ ചെയ്യാത്ത നമ്പറുകളിലൂടെ ആളുകളെ ബന്ധപ്പെടുന്ന ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ, ബ്രോക്കർമാർ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയെ ഒന്നടങ്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മാർഗ്ഗനിർദ്ദേശം വരുന്നത്. ഇത്തരം നമ്പറുകളും അതുപോലെ കോളിൻ്റെ ഉദ്ദേശവും തിരിച്ചറിയാൻ ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുന്നതിനായിട്ട് 3 വ്യത്യസ്ത നമ്പറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. മാർക്കറ്റിങ്ങിനായിട്ട് 140, സേവന കോളുകൾക്ക് 160, പൗരന്മാരെ അറിയിക്കാനായിട്ട് സർക്കാർ ഏജൻസികൾ നടത്തുന്ന ആശയവിനിമയത്തിന് 111 എന്നിങ്ങനെയാണ് ഈ നമ്പറുകൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്നുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു ഗഡു മാത്രം നൽകുവാനായിട്ട് ധനവകുപ്പ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനം. ഡിസംബർ മുതൽ 6 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണെങ്കിലും ഇത് നൽകാനുള്ള 4500 കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം. ക്ഷേമ പെൻഷൻ നൽകാൻ പണം കണ്ടെത്താൻ രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പയെടുത്തിരുന്നു. ഈ പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. ട്രഷറി ഇപ്പോൾ ഓവർഡ്രാഫ്റ്റിലായ സാഹചര്യത്തിൽ മറ്റ് എവിടെ നിന്നെങ്കിലും പണം കണ്ടെത്തേണ്ടി വരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ റേഷൻ വിതരണ സമയം 2024 മെയ് 17 നാളെ മുതൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ തന്നെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു. കടകളുടെ പ്രവർത്തനം രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമായിരുന്നു. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് വ്യാഴാഴ്ച മെയ് 16 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 70 രൂപയും പവന് 560 രൂപയുമാണ് വർദ്ധിച്ചത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6785 രൂപയിലും പവന് 54,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.